സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് താനൂരിൽ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അടിപതറിയ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ എം.എൽ.എയുമായിരുന്ന കെ.എൻ.എ. ഖാദർ എന്നിവരുടെ പേരുകൾ മാത്രമായിരുന്നു ലീഗ് ഔദ്യോഗിക പട്ടികയിൽ ഉണ്ടായിരുന്നത്. പാർലമെന്ററി രംഗത്ത് നിന്ന് വർഷങ്ങളായി വിട്ടുനിൽക്കുന്ന കെ.പി.എ. മജീദിനെ വേങ്ങരയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേതാക്കൾക്കിടയിൽ ഏകദേശ ധാരണയായിരുന്നു. ഇതിനിടെയാണ് സീറ്റ് ആവശ്യമുന്നയിച്ച് യൂത്ത് ലീഗും KMCC ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും രംഗത്തെത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി P.K. ഫിറോസിനെ പരിഗണിക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യം. മറ്റു പാർട്ടികൾ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നത് ചൂണ്ടിക്കാട്ടി കലാപക്കൊടി ഉയർത്താനാണ് യൂത്ത് ലീഗിന്റെ നീക്കം. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ലീഗിൽ തർക്കമില്ലെന്നാണ് ഇപ്പോഴും നേതാക്കളുടെ പ്രതികരണം. ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കും. അത് ആളെ പ്രായമോ സൈസോ ഒന്നും ഇപ്പോൾ പറയാനൊക്കില്ല. ഞങ്ങൾ നിർത്തി മത്സരിക്കുന്നത് മാത്രമല്ല, അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ മനസ്സെന്താണെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അതിലുണ്ടാവുകയും ചെയ്യും, സംശയം വേണ്ട. മുതിർന്ന നേതാവായ കെ.പി.എ. മജീദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേതൃത്വം കരുതുമ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരിഗണിക്കണമെന്നാണ് അണികളിൽ മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച കെ.എൻ.എ. ഖാദറും സീറ്റ് ആവശ്യം ഉന്നയിച്ച് രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി ചർച്ച എങ്ങും എത്താത്ത പശ്ചാത്തലത്തിലാണ് ലീഗ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയത്. ഉചിതമായ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണം. നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ, മലപ്പുറം.